നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിൽ ഏറ്റുമുട്ടുമ്പോൾ ആ ബാലൻഡ്യൂർ വിഷയം വീണ്ടും ചർച്ചയാകുകയാണ്. കഴിഞ്ഞ തവണ വിനി ജൂനിയർക്ക് ബാലൻഡ്യൂർ ലഭിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അത് റോഡ്രിക്കായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ സംഘം ബാലൻഡ്യൂറെ ബഹിഷ്കരിച്ചു, ആ പ്രോഗ്രാമെ ബഹിഷ്കരിച്ചു. ഇന്നലെ പെപ് ഗാർഡിയോളയോട് അതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ. അതിൽ അദ്ദേഹം പറഞ്ഞത് നോ ഹാർഡ് ഫീലിങ്സ്, റോഡ്രിയുടെ കാര്യത്തിൽ ഹാപ്പിയാണ്. വിനിയുടെ കാര്യത്തിൽ അദ്ദേഹവും ഡിസേർവ്ഡ് ആയിരുന്നു. മികച്ചൊരു സീസണാണ് അദ്ദേഹം കളിച്ചിരുന്നത്. ഇപ്പോൾ CR7 ക്രിസ്ത്യാനോ മെസ്സി കാലഘട്ടത്തിൽ ഉണ്ടായ പോലൊരു ഫൈറ്റ് അത്രയേ താനതിനെ കാണുന്നുള്ളൂ എന്നാണ് പെപ്പ് പറഞ്ഞ് ഒഴിവായത്. എന്നാൽ ആഞ്ചലോട്ടിയോട് അത് മാധ്യമങ്ങൾ ചോദിക്കുന്നു. ആദ്യം പെപ്പിൻ്റെ പത്രസമ്മേളനമായിരുന്നു, പിന്നെയാണ് ആഞ്ചലോട്ടിയുടെ പത്രസമ്മേളനം വന്നത്. അപ്പോൾ അതിൽ വീണ്ടും ചോദിക്കുകയാണ്, ബാലൻഡ്യൂർ ഗാലയിൽ നിങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നോ? മറുപടി, തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നില്ല ആ തീരുമാനം തെറ്റായിരുന്നു എന്ന്. ബാലൻഡ്യൂർ ഗാല അറ്റൻഡ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം ശരിയായിരുന്നു. ഞങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നു വിനീഷ്യസ് ആണ് വിന്നർ എന്ന് ബാലൻഡ്യൂറിൽ. കാരണം അദ്ദേഹം അത് അർഹിച്ചിരുന്നു, അദ്ദേഹമാണ് അർഹിച്ചത്. നത്തിങ് എഗെയിൻസ്റ്റ് റോഡ്രി. ഇത് റോഡ്രിക്കെതിരെയുള്ള സംസാരമൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നത് റോഡ്രിക്ക് ഒരു വർഷം മുമ്പേ അത് ലഭിക്കേണ്ടതായിരുന്നു എന്നാണ്. എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പത്തെ വർഷം മെസ്സിക്ക് കിട്ടിയത് റോഡ്രിക്ക് ലഭിക്കേണ്ട ബാലൻഡ്യൂർ ആയിരുന്നു എന്നുകൂടി ആഞ്ചലോട്ടി ഇതിൽ കൂട്ടി പറയുന്നുണ്ട്. അത് റോഡ്രി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, ബാലൻഡ്യൂറിൽ ഇപ്പോൾ വിശ്വാസമൊന്നുമില്ല, തനിക്ക് ലഭിക്കേണ്ട ബാലൻഡ്യൂർ ആയിരുന്നു അത് എന്ന്. മെസ്സി ബാലൻഡ്യൂർ 8ാമത്തെ ബാലൻഡ്യൂർ നേടിയ ഘട്ടത്തിൽ ഇക്കഴിഞ്ഞ റോഡ്രിക്ക് ലഭിച്ച ബാലൻഡ്യൂറല്ല, അതിന് മുമ്പത്തെ ബാലൻഡ്യൂറിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ ആഞ്ചലോട്ടിയും ചൂണ്ടിക്കാണിക്കുന്നത്. ആ ബാലൻഡ്യൂർ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത് റോഡ്രിക്കായിരുന്നു, ഈ ബാലൻഡ്യൂർ ലഭിക്കേണ്ടത് വിനിക്കായിരുന്നു. എന്തായാലും വിനിക്കത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു, അത് ലഭിച്ചില്ല. അതുകൊണ്ട് തങ്ങൾ ആ പ്രോഗ്രാമിന് പോയില്ല. ആ തീരുമാനം തെറ്റായിരുന്നില്ല എന്നാണ് ആഞ്ചലോട്ടിയുടെ നിലപാട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.